നമസ്കാരം. 2 വർഷം മുമ്പേ ഇവിടുത്തെ പരിസരത്ത് ഒരു മുത്തപ്പൻ ക്ഷേത്രത്തിലെ ഒരു തെയ്യം നടന്നു. ആ തെയ്യത്തിൻ്റെ സമയത്ത് ഉത്സവമാണ് തെയ്യം. തെക്കോട്ടുള്ളവർക്ക് അറിയുമെന്നറിയില്ല. ഏതായാലും ആ സമയത്ത് ഇസ്ലാം മതവിശ്വാസിയായ ഒരാൾ ഈ തെയ്യത്തിൻ്റെ അടുത്തേക്ക് വരുന്നു. സാധാരണ ഒരു ഹിന്ദു വന്ന് എങ്ങനെ പെരുമാറുന്നു അതുപോലെ തന്നെ തെയ്യത്തെ വണങ്ങി തെയ്യത്തിൽ നിന്ന് അനുഗ്രഹം വാങ്ങുന്ന ആ ഒരു മനോഹരമായ കാഴ്ച അന്ന് കാണാൻ കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് വേണമെന്നുണ്ടെങ്കിൽ ഞാനൊരു മുസ്ലിമാണ്, അതുകൊണ്ട് ഇതിനെ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ മാറി നിൽക്കാം. ആരും അതിന് കുറ്റമൊന്നും പറയില്ല. പക്ഷെ അദ്ദേഹത്തിനറിയാം ഇത് ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷമാണ്. ആ അന്തരീക്ഷത്തിൽ അതിനനുസരിച്ച് വേണം പെരുമാറാൻ. അങ്ങനെ പെരുമാറാൻ കഴിയാത്തവർ ആ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കരുത് എന്ന കൃത്യമായ ഔചിത്യബോധം അദ്ദേഹത്തിനുള്ളതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പെരുമാറിയത്. ആ ഒരു ഔചിത്യബോധം പോലും ഇല്ലാത്ത ഒരു ദേവസ്വം വകുപ്പ് മന്ത്രിയെയാണ് ഇപ്പോൾ രാഷ്ട്രപതിക്കൊപ്പം നമുക്ക് ശബരിമലയിലെ ക്ഷേത്രസന്നിധിയിലെ രാഷ്ട്രപതിക്കൊപ്പം നമുക്ക് കാണാൻ കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ ആ നിപ്പും ആ മട്ടും ഭാവവും അഹങ്കാരവും ധാർഷ്ട്യവും ഒക്കെ കണ്ടാൽ ശരിക്കും അവിടെ ആചാരം ലംഘിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കറുപ്പ് കൊടുത്ത് വ്രതശുദ്ധിയോടെയൊക്കെ എത്തിപ്പെടുന്ന സ്ഥലമാണ് ശബരിമല ക്ഷേത്രസന്നിധി. ഇപ്പോൾ രാഷ്ട്രപതിയും രാഷ്ട്രപതിക്കും ഒപ്പമുള്ളവരും എല്ലാം ആ വേഷത്തിലും ആ ഒരു ആചാരം അവിടുത്തെ ആ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിന് നിരക്കുന്ന രീതിയിലുള്ള പെരുമാറ്റത്തോടെയാണ് ഇപ്പോൾ അംഗരക്ഷകരൊക്കെ വന്നത്. ഇപ്പം രാഷ്ട്രപതിയുടെ അംഗരക്ഷകർക്ക് വെറുതെ തോക്കും പിടിച്ച് നിന്നാൽ മതി. പക്ഷേ അവരും ഇതുപോലെ തന്നെ ഇരുമുടിക്കെട്ടൊക്കെ വെച്ച് ശരിക്കും ആ ക്ഷേത്രത്തിന് അനുയോജ്യമായ രീതിയിൽ തന്നെയാണ് പെരുമാറിയത്. പക്ഷേ നമ്മൾ ദേവസ്വം വകുപ്പ് മന്ത്രി അവിടെ അങ്ങോട്ട് വന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ആചാരം ലംഘിക്കുക എന്ന ലക്ഷ്യത്തോടെ ഒരു വെള്ള ഡ്രസ്സൊക്കെ ഇട്ട് ഇതുവരെ സൃഷ്ടിച്ചതിൽ പിന്നെ വെള്ളം കണ്ടിട്ടില്ലാത്ത പോലത്തെ ഒരു വൃത്തികെട്ട വിഗും തലയിൽ വെച്ചിട്ട് അഹങ്കാരത്തോടെ ധാർഷ്ട്യത്തോടെയൊക്കെയുള്ള ആ നിപ്പ് കണ്ടാൽ ശരിക്കും നമുക്ക് മുമ്പ് രഹന ഫാത്തിമ അതുപോലെ തന്നെ ബിന്ദു അമ്മണി തുടങ്ങിയ കുപ്രസിദ്ധ വനിതകൾ ആചാരം ലംഘിക്കാൻ വേണ്ടി എത്രത്തോളം കഷ്ടപ്പെട്ടു അതുപോലെ കഷ്ടപ്പെടുന്നതായിട്ടാണ് ഈ ദേവസ്വം വകുപ്പ് മന്ത്രിയെ നമുക്ക് കാണുമ്പം തോന്നുന്നത്. അപ്പോൾ ഇതുപോലുള്ള കുറച്ച് മന്ത്രിമാരെ കുത്തി നിറച്ച ഒരു സർക്കാരും ആ സർക്കാർ കുറേ നിരീശ്വരവാദികളെ കൊണ്ട് സൃഷ്ടിച്ചെടുത്ത ദേവസ്വം ബോർഡ് എന്ന ഒരു കൊള്ള സംഘവും ഇതൊക്കെ കൂടി ക്ഷേത്രം ഭരിക്കാൻ നിൽക്കുമ്പം തീർച്ചയായിട്ടും ക്ഷേത്രങ്ങളിൽ കൊള്ള നടന്നിട്ടില്ലെങ്കിലേ അത്ഭുതപ്പെടേണ്ടുള്ളൂ. അപ്പോൾ ക്ഷേത്രങ്ങളുടെ ഭരണം ഇവരുടെ കയ്യിൽ, സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയൊക്കെ കയ്യിലായിരിക്കുന്നിടത്തോളം കാലം തന്നെ വിശ്വാസികൾക്ക് ഇവരെന്നും ഓരോ തലവേദന ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അപ്പോൾ ഇവരുടെ പിടിയിൽ നിന്ന് എങ്ങനെ ക്ഷേത്രത്തെ മോചിപ്പിക്കാമെന്ന് വിശ്വാസികൾ തന്നെയാണ് ചിന്തിക്കേണ്ടത്. വിശ്വാസികൾ ചിന്തിച്ചാൽ അങ്ങനെ മോചിപ്പിക്കാൻ ആവുകയും ചെയ്യും. അപ്പോൾ വിശ്വാസികൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, വിശ്വാസികൾ ഒരു ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ആ ക്ഷേത്രം ദേവസ്വം ബോർഡിൻ്റെ ആണോ എന്നൊന്ന് അന്വേഷിച്ചറിയുക. ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രമാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക, ആ ക്ഷേത്രത്തിലേക്ക് നമ്മൾ എന്താണോ സംഭാവന കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ വീട്ടിൽ തന്നെ എവിടെയെങ്കിലും ഒരു ഭണ്ഡാരത്തിലോ അല്ലെങ്കിൽ ഒരു കുടുക്കയിലോ എവിടെയെങ്കിലും ഒക്കെ ഇട്ട് സൂക്ഷിച്ച് വെക്കുക. എന്നിട്ട് വെറും കൈയോടെ ക്ഷേത്രത്തിൽ പോവുക. ക്ഷേത്രത്തിൽ ഒരു ചില്ലിക്കാശ് പോലും കൊടുക്കരുത്. അങ്ങനെ ഒരു വരുമാനവും ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ ഈ സർക്കാരിനോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനോ കൊള്ളയടിക്കാനുള്ളൊരു സാഹചര്യം അവിടെ കിട്ടാതെ പോവുകയും അങ്ങനെ അവസാനം ഈ ക്ഷേത്രം അവർക്കൊരു ബാധ്യതയായി ഇത് എങ്ങനെയെങ്കിലും തലേന്ന് പോയാൽ മതി എന്നൊരു കാഴ്ചപ്പാട് സർക്കാരിനും ദേവസ്വം ബോർഡിനും തോന്നുന്ന സമയത്ത് അത് വിശ്വാസികളെ ഏൽപ്പിക്കും. അങ്ങനെ വിശ്വാസികളെ തന്നെ അതിൻ്റെ ഭരണമൊക്കെ ഏൽപ്പിക്കുന്ന സമയത്ത് നമ്മൾ ഈ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഈ സംഭാവനകളൊക്കെ എടുത്തിട്ട് ആ ക്ഷേത്രത്തിൽ കൊണ്ടു കൊടുക്കാം. അതുവരെ നിങ്ങളിത് വീട്ടിൽ സൂക്ഷിക്കുക. അങ്ങനെ ഒരു നിലപാടിലേക്ക് പോവുകയാണെങ്കിൽ ചുരുങ്ങിയത് ഒരു 2 കൊല്ലം കൊണ്ട് തന്നെ ദേവസ്വം ബോർഡും സർക്കാരും ഈ ഫീൽഡ് ഈ ക്ഷേത്രത്തിൻ്റെ ഭരണം ശരിക്കും വിശ്വാസികളുടെ കയ്യിലേക്ക് ഏൽപ്പിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പോൾ ഈ ശരിക്കും ഇങ്ങനെ വിശ്വാസികൾക്കൊപ്പം നിൽക്കുന്ന വല്ല സംഘടനകൾ ഉണ്ടെങ്കിൽ ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പോസ്റ്ററുകൾ ഈ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളുടെ പരിസരത്ത് ഒട്ടിക്കുന്നതും അങ്ങനെ ഭക്തരെ ബോധവൽക്കരിക്കുന്നതും നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്.